തിരുവനന്തപുരം നഗരൂർ വെള്ളല്ലൂർ ഗവൺമെന്റ് LPSന്റെ മിനി ബസ് കുട്ടികളുമായി വയലിലേക്ക് മറിഞ്ഞു. 3 കുട്ടികൾക്ക് നിസ്സാരമായി പരിക്കുണ്ട്. കുട്ടികളെ കിളിമാനൂർ കേശവപുരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. വെള്ളല്ലൂർ ഊന്നുകല്ലിൽ മൂട്ടിൽ വെച്ചായിരുന്നു ഈ അപകടം സംഭവിച്ചത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അനന്തൻ, ആ വാഹനം മറിഞ്ഞു കിടക്കുന്നത് കണ്ടാൽ നമുക്ക് പേടി തോന്നും. പക്ഷേ കുട്ടികൾക്ക് നിസ്സാര പരിക്കാണ് എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത. അപകടമുണ്ടായത് എന്താണ്? മറ്റു വിവരങ്ങൾ? അത് വലിയ ആശ്വാസമാണ്. കുട്ടികൾക്കാർക്കും അത്ര വലിയ പരിക്കുകളൊന്നുമില്ല. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. ആശുപത്രിയിലാണ് കുട്ടികളെല്ലാവരും. 3 പേർക്ക് നിസ്സാര പരിക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ദൃശ്യങ്ങൾ കണ്ടാൽ വലിയ പരിക്കുകളുള്ള അപകടം എന്ന് തോന്നുകയും ചെയ്യും. ഇന്ന് രാവിലെ 9:30 നഗരൂർ വെള്ളല്ലൂർ ഗവൺമെൻറ് LP സ്കൂളിലെ മിനി ബസ്സാണ് മറിഞ്ഞത്. കുട്ടികളെ വീടുകളിൽ നിന്ന് എടുത്ത് സ്കൂളിലേക്ക് പോവുകയായിരുന്നു ഈ വാഹനം. ഊന്നുകൽ മൂട്ടിൽ വെച്ചായിരുന്നു ഈ അപകടം ഉണ്ടായത്. അതൊരു ഈ വയലിൻ്റെ വശത്തുകൂടെയുള്ള ചെറിയൊരു മൺ റോഡാണ്. അതുവഴി വാഹനം പോകുമ്പോൾ അവിടെ ഒരു വളവിന് തിരിയുന്ന സമയത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട് വയലിലേക്ക് മറിയുകയായിരുന്നു. ബസ്സിനുള്ളിൽ 19 കുട്ടികളുണ്ടായിരുന്നു. ഒരു ടീച്ചറും ഒരു ആയയും ഡ്രൈവറുമാണ് ഉണ്ടായിരുന്നത്. 3 കുട്ടികൾക്ക് നിസ്സാരമായ ചെറിയ മുറിവുകളൊക്കെ ഉള്ളൂ. അവരെ നഗരൂരിലെ ആശുപത്രിയിലേക്ക്, കേശവപുരം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ പ്രാഥമിക ചികിത്സയൊക്കെ നൽകിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അല്പസമയത്തിനകം ആശുപത്രിയിലെത്തി വിദ്യാർത്ഥികളെ സന്ദർശിക്കും. ഏതായാലും സ്കൂൾ തുറന്നതിൻ്റെ പിറ്റേ ദിവസം ഇത്തരമൊരു അപകടം ഉണ്ടായത് വലിയ ആശങ്ക ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ കുട്ടികൾക്കാർക്കും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നറിഞ്ഞതോടെ വലിയ ആശ്വാസമായി. ഈ വിവരം അറിഞ്ഞ് ഒരുപാട് പേർ ആ സ്ഥലത്ത് തടിച്ചുകൂടുകയും ചെയ്തു. ഇനിയിപ്പോൾ ആ ബസ് തിരിച്ചെടുക്കാനുള്ള നടപടികളാണ് അവിടെ നടക്കുന്നത്. കുട്ടികൾക്കാർക്കും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്.